കലാകായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളുടെ കൈവരിച്ച കുഞ്ഞുങ്ങൾ നമ്മളുടെ ഒപ്പമുണ്ട്. അതിനോടൊപ്പം സ്കോളർഷിപ്പ് പരീക്ഷകളിലുള്ള ഉന്നത വിജയികളുണ്ട്. ഇവരൊക്കെ ആദരിക്കാനും വേണ്ടി കൂടിയാണ് നമ്മൾ ഈ വാർഷികാഘോഷം വെച്ചിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രോത്സാഹനം നൽകിയിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ അധ്യാപകർ, അതോടൊപ്പം തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്ന രക്ഷാകർതൃ സംഘടന, ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ ഭാവി ആസുരമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനായിട്ട് ഒരവസരം സഭയ്ക്ക് കൂടി കിട്ടിയതുകൊണ്ട് പല കാര്യങ്ങളും നേരിട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളിൽ ഏതായാലും മികച്ച ഒരു നേട്ടത്തിന് എല്ലാവരും ആശംസകൾ നേടി ഈ വാർഷികാഘോഷത്തിന് ഒപ്പം തന്നെ വാർഷികാഘോഷത്തിനോട് വേണ്ടി ഞാൻ ആശംസ നേടി. സ്റ്റേജിനടുത്തേക്ക് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ വർഷം വൈപ്പിൻകരയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ LSS നേടിയ വിദ്യാലയമാണ് നമ്മുടേത്. 5 കുട്ടികൾക്കാണ് നമുക്ക് LSS നേടാനായത്. LSS വിജയികൾക്കുള്ള സമ്മാനം നമ്മുടെ സാറിന് ക്ഷണിക്കുന്നു. തന്മിഹ എസ് മണ്ണാടി. LSS വിജയികൾ സ്റ്റേജിൽ വന്ന് സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. തന്മിഹ എസ് മണ്ണാടി. തന്മിഹ ഒരു പരിപാടിക്ക് പോകുന്നു എന്നറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്മിഹയുടെ അച്ഛൻ വന്ന് തന്മിഹയുടെ സമ്മാനം ഏറ്റുവാങ്ങുന്നു. അളകനന്ദ KP, ചന്ദ്രലക്ഷ്മി TC, ശ്രീവേദ് KS, ആമിയ MS. വേറെ കയറി വരിക. അളകനന്ദ KP കുട്ടികളുടെ സ്റ്റേജിലെത്തിയിട്ട് വരും. ചന്ദ്രലക്ഷ്മി TC, ശ്രീവേദ് KS, ആമിയ MS, ചന്ദ്രലക്ഷ്മി TC. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് നിതിൻ കുമാർ സാറിനെ സ്നേഹാദരവോടുകൂടി സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഹായ്, എല്ലാവരും തിരക്കാണ്. പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. റെഡിയാണല്ലോ? ഉറക്കപ്പറ. എല്ലാവരും പരിപാടികളൊക്കെ എത്തിക്കണ്ട. ഓക്കെ, നമുക്ക് പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പൊ എല്ലാവർക്കും ആശംസകൾ. ഗംഭീരമായിട്ട് പരിപാടികൾ അവതരിപ്പിക്കുക. എല്ലാവർക്കും നമസ്കാരം, ആശംസകൾ. സർ പ്ലീസ്. നമ്മുടെ ജില്ലാ ഉപജില്ലാ മേളകളിൽ പങ്കെടുത്ത വിജയികൾക്കുള്ള സമ്മാനവും ഇവിടെ തുടരുന്നു. സാറിനെ ക്ഷണിക്കുകയാണ്. ആദ്യമായി ഗോൾഡൻ അബാക്കസ് സംസ്ഥാനതല മത്സരത്തിൽ 3ാം സ്ഥാനം ലഭിച്ച കുട്ടി ശിവാദിഷ് കൃഷ്ണ. സമ്മാനാർത്ഥം എത്രയും പെട്ടെന്ന് സ്റ്റേജിനടുത്തേക്ക് വരിക. ശിവാദിഷ് കൃഷ്ണ. ശിവാദിഷ് കൃഷ്ണ. കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ആൺകുട്ടികൾക്കായി നടത്തിയ മത്സരത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ സംസ്ഥാന തലത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ കുട്ടി പ്രണവ് കെ. കുട്ടികളെ വേഗം ഓടി സ്റ്റേജിനടുത്തേക്ക് വരിക. പ്രണവ് കെ. പ്രവൃത്തി പരിചയ മേളകളിൽ സമ്മാനാർഹരായ കുട്ടികൾ സ്റ്റേജിനടുത്തേക്ക് വരിക. നമ്മുടെ വിദ്യാലയത്തിൽ പ്രവൃത്തി പരിചയ മേളകളിൽ മികവ് തെളിയിക്കാറുണ്ട്. സ്ഥിരമായിട്ട് കുടനിർമ്മാണത്തിന് നമ്മുടെ വിദ്യാലയത്തിനാണ് ഫസ്റ്റ് കിട്ടാറ്. ഇപ്രാവശ്യം സമ്മാനം കഴിക്കുന്ന അർജുൻ സിറ്റി.
Favorite painting, first A grade. Edwin Shino. Edwin Shino, വിവിധ മത്സരങ്ങളിൽ എല്ലാ വൈദ്യുത ജില്ലയിലെ എല്ലാ പെയിന്റിംഗ് മത്സരങ്ങളിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന കുട്ടിയാണ് എഡ്വിൻ ഷൈനോ. എഡ്വിൻ ഷൈനോ ഫസ്റ്റ് A grade. ശാസ്ത്രമേള ലഘുപരീക്ഷണം. നമുക്ക് ഇരട്ടി മധുരമാണുള്ളത്. സാമൂഹ്യ ശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനം, ഉപജില്ലാ കലോത്സവ ശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനം നേടിയ നമ്മുടെ വിദ്യാലയത്തിലെ ലഘുപരീക്ഷണത്തിന് ആരാധ്യ വി ധനേഷ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. കൂടെ അനാമിക. സയൻസ് ഓവറോൾ ഒന്നാം സ്ഥാനമാണ് വൈപ്പിൻ ഉപജില്ലയിൽ നമ്മൾ നേടിയത്. ശാസ്ത്രം നിരീക്ഷണം ഒന്നാം സ്ഥാനം റോണക്സ് റീജിയൻ. നിരീക്ഷണം റോണക്സ് റീജിയൻ ഒന്നാം സ്ഥാനം. ഇഷാൻ DS. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ദേവസ്വം വിദ്യാലയ സഭയുടെ ദേവസ്വം മാനേജർ ശ്രീ രാജൻ സാറിനെ തുടർന്നുള്ള സമ്മാനദാനത്തിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. എന്നും വൈപ്പിൻകരയിൽ മികച്ച വിദ്യാലയം, ഗണിതത്തിലെ എന്നും ഒരു വെല്ലുവിളിയായി നിലകൊള്ളുന്ന ഒരു വിദ്യാലയമാണ് SMLP. സയൻസ് ശാസ്ത്ര മേളകളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന സ്ഥിരമായ വിദ്യാലയം തന്നെയാണ്. ഗണിതമേളയിൽ ഒന്നാം സ്ഥാനം പസിൽ ഡാനൽ ജോർജ്. പസിൽ ഒന്നാം സ്ഥാനം ഡാനൽ ജോർജ്. സമ്മാനാർഹർ എത്രയും പെട്ടെന്ന് സമ്മാനം നൽകുക. നമ്പർ ചാർട്ട് അനുഷ്ക സിംഗ്. ക്യൂസ് അനശ്വർ KK. സ്റ്റിൽ മോഡൽ ശിവാഭിഷ് കൃഷ്ണ. ഗണിതശാസ്ത്രമേളയിൽ വൈപ്പിൻകരയിലെ 44 വിദ്യാലയങ്ങളോട് മത്സരിച്ച് സ്ഥിരമായി നമ്മൾ ഓവറോൾ ഒന്നാം സ്ഥാനം നേടാറുണ്ട്. അടുത്തതായി ഉപജില്ലാ കലാമേളയിൽ പങ്കെടുത്ത് 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കുട്ടിയാണ്. നമ്മുടെ ഉപജില്ലാ കലാമേളയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1, 2 സ്ഥാനങ്ങൾ മാറി മാറി എന്നും നമ്മുടെ സ്ഥാനം നിലനിർത്തുന്നു. ഒരിക്കലും നമ്മൾ 2ാം സ്ഥാനം വിട്ടുകൊടുത്തിട്ടില്ല. 1, 2 സ്ഥാനം കരസ്ഥമാക്കാൻ നമുക്ക് സഹായിച്ച കുട്ടികളെ സമ്മാനത്തിനായി സ്വാഗതം ചെയ്യുകയാണ്. കഥാകൃത്ത് മനുഷ്ക. ദൃശ്യ വേഗം വന്ന് കുട്ടികളെ സമ്മാനം വാങ്ങിക്കുക. മനുഷ്ക. കഥാകഥനം സെക്കൻഡ് A grade. നാടോടി നൃത്തം സെക്കൻഡ് A grade. കലാമേളയിൽ സഹോദരൻ മെമ്മോറിയൽ LP സ്കൂളിലെ പേര് പതിയാത്ത ഒരു നോട്ടീസ് ബോർഡ് വൈപ്പിൻ ഉപജില്ലയിൽ ഇന്ന് വരെ കടന്നുപോയിട്ടില്ല. ഗ്രൂപ്പ് ഡാൻസ് സെക്കൻഡ് A grade ആരാധ്യ വി ധനേഷ്. ദേവനന്ദ MV, അധീന TL, റിഞ്ചിത CR, അനുഷ്ക സിംഗ്, ശാന്തിക, അനാമിക. അടുത്തത് LSSന്റെ സമ്മാനദാനം. ചന്ദ്രലക്ഷ്മി PCക്ക് LSSന്റെ സമ്മാനം. ചന്ദ്രലക്ഷ്മി PC LSS സമ്മാനാർഹരായ ചന്ദ്രലക്ഷ്മി PC. ജലച്ചായം എഡ്വിൻ ഷൈനോ ഫസ്റ്റ് A grade. ജലച്ചായം എഡ്വിൻ ഷൈനോ ഫസ്റ്റ് A grade. തമിഴ് പദ്യം ആരാധ്യ വി ധനേഷ് തേർഡ് A grade. തമിഴ് പദ്യം ആരാധ്യ വി ധനേഷ് തേർഡ് A grade.
ഉപജില്ലാ കായികമേളയിലും നമ്മൾ നമ്മുടെ കഴിവ് തെളിയിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഒന്നിനും പുറകിലല്ല. ഉപജില്ലാ കായികമേള 4x50 മീറ്റർ റിലേ മത്സരത്തിൽ പങ്കെടുത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയവർ ശിവാദിഷ് കൃഷ്ണ, അയാൻ PM, ഇഷാൻ MA, നൈസൻ സനോജ്. അടുത്തത് അമ്മമാരുടെ ആസ്വാദനക്കുറിപ്പ് വിജയികൾക്കുള്ള സമ്മാനദാനം. വ്യത്യസ്തങ്ങളായ നിരവധി പ്രവർത്തനങ്ങൾ എന്നും നമ്മുടെ വിദ്യാലയത്തിലുണ്ട്. കുട്ടികളെ പോലെ തന്നെ കലാകായിക മത്സരങ്ങളിൽ രക്ഷകർത്താക്കൾ പങ്കെടുക്കുന്നു. വാശിയോട് കൂടിയ ആസ്വാദനക്കുറിപ്പ് മത്സരമായിരുന്നു, അമ്മമാരുടെ ആസ്വാദനക്കുറിപ്പ് മത്സരമായിരുന്നു നമ്മുടെ വിദ്യാലയത്തിൽ നടന്നത്. 1ാം സ്ഥാനം ശ്രുതി നിതീഷ് കുമാർ, ആദവ് കുമാറിന്റെ അമ്മ ശ്രുതി നിതീഷ് കുമാർ. മീനു ഉണ്ണികൃഷ്ണൻ, ശബരിനാഥിന്റെ അമ്മ മീനു ഉണ്ണികൃഷ്ണൻ വന്നിട്ടില്ല. അമ്മയുടെ സമ്മാനം ശബരി വന്ന് വായിക്കുന്നതാണ്. 3ാം സ്ഥാനം ശ്രീകുട്ടി, ശ്രീദത്തിന്റെ അമ്മ ശ്രീകുട്ടി. രക്ഷിതാക്കൾക്കായി നടത്തിയ കായിക മത്സരങ്ങൾ. കസേരകളി 1ാം സ്ഥാനം രമ്യ രാജേഷ്, 1ാം സ്ഥാനം രമ്യ രാജേഷ്. 2ാം സ്ഥാനം മീനു ഉണ്ണികൃഷ്ണൻ. 3ാം സ്ഥാനം മിനി ഗോപാലകൃഷ്ണൻ. രണ്ടാം സ്ഥാനം കസേരകളിൽ നിന്ന് കിട്ടിയ മീനു ഉണ്ണികൃഷ്ണന്റെ സമ്മാനം ശപ്പനി വാങ്ങിക്കുന്നതാണ്. 3ാം സ്ഥാനം മിനി ഗോപാലകൃഷ്ണൻ. തൊപ്പി മാറ്റൽ 1ാം സ്ഥാനം നിമ്മി സോണി. 2ാം സ്ഥാനം മഞ്ജുശ്രീ. 1ാം സ്ഥാനം നിമ്മി സോണി. 2ാം സ്ഥാനം മഞ്ജുശ്രീ. Thank you, sir. Thank you. അടുത്തതായി നമ്മുടെ വിദ്യാലയത്തിലെ സ്ഥിരം പരിചിതമായ മുഖമാണ്, പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ശ്രീമതി രാധിക സതീഷ് ഈ വർഷത്തെ ഇലക്ഷനൊക്കെ വിജയകരമായി ജയിച്ച് പള്ളിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി രാധിക ചേച്ചിയെ, രാധിക സതീഷ് മാഡത്തെ ക്ഷണിക്കുന്നു. 2 വാക്ക് സംസാരിച്ച് കുട്ടികൾക്കുള്ള സമ്മാന വിതരണത്തിനായി സ്നേഹപൂർവ്വം. സംസാരിക്കണോ കുട്ടികളെ? കൂട്ടുകാരെ സംസാരിക്കണോ? നിങ്ങളുടെ എന്താ ഒച്ചപ്പാടായിരുന്നു? ഇവിടെ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചെയ്തത് ആരെങ്കിലും കേട്ടോ? കേട്ടാ? എല്ലാവരും സ്കൂളിലത്തെ പോലെ തന്നെ ഓടിച്ചാടി കളിക്കല്ലേ? ഇന്ന് നമ്മളെന്താണ് നമ്മുടെ എന്താണ് സ്കൂളിന്റെ വാർഷികമാണ് അല്ലേ? എല്ലാ വർഷവും നമ്മൾ ഈ ഫെബ്രുവരി ജനുവരി മാസത്തിലാണ് നമ്മൾ വാർഷികം ആഘോഷിക്കുന്നത്. എല്ലാ സ്കൂളുകളുടെ പരിപാടിയാണ്. അപ്പൊ ഇന്ന് ഉത്സവമാണ്. പക്ഷെ ഉത്സവങ്ങൾ
എപ്പോഴല്ല എല്ലാ ദിവസവും നല്ല പരിപാടി നടക്കും. അപ്പൊ ഏതായാലും നമ്മുടെ വാർഷിക ആഘോഷത്തിന് രാജേശ്വരി പുതിയൊരു വേറെ ലെവലിലേക്കാണ് വന്നേക്കണിപ്പം. പേരിച്ച് സൂചിപ്പിച്ചു. എന്തായാലും നമ്മൾ സ്കൂളിൽ എനിക്ക് മറക്കാൻ പാടില്ല. ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ മക്കൾ പഠിച്ച സ്കൂളാണ്, വീട്ടിലെ മെമ്പറായിരുന്നു. അങ്ങനെ നിരവധി പേര് നമ്മുടെ സ്കൂളാണ് എൻ്റെ. അപ്പൊ ആ ഒരു ഒരിക്കലും പറയുന്നത് കുറച്ച് വേറെ പരിപാടി ഉള്ളതുകൊണ്ടാണ് ഞാൻ വൈകിയത്. ക്ഷമ ചോദിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ കുട്ടികളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്.